മല്ലു 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 മല്ലുവാണു താരം മല്ലുവാണു താരം മ്യാവ് മ്യാവ് മല്ലു വൗ വൗ മല്ലു ഇയാഹോ ഭാര്യയെ സഹായിക്കാൻ ഒരാള് ഞാൻ ഓവർ ടൈം കഴിഞ്ഞേച്ച് വന്നത് ഇങ്ങനെ മനസാക്ഷിയില്ലാത്ത ഒരു മനുഷ്യൻ. ഇതല്ലേ നിന്റെ ഒരു കുഴപ്പം? ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുക. ഞാൻ എന്നാ ചെയ്താലും കുറ്റമാണ്. വീട്ടിലേ അടുക്കളപ്പണിക്ക് ഒരു ബമ്പർനോർത്തി വരുമായിരുന്നു പെണ്ണമ്മ. ഇവിടെ വന്ന് ഈ പണിയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അറിയാമായിരുന്നെങ്കിലേ അവരുടെ ഇവരൊക്കെ പഠിച്ചിട്ട് വരായിരുന്നു. ഓ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നിങ്ങൾക്കല്ലേ എന്നാ ചെയ്യാൻ അറിയാവുന്നത്. അങ്ങനെയാ നിങ്ങളുടെ വീട്ടുകാരുടെ സ്വഭാവം. ഈ മടിയന്മാർ അതല്ലേ കുറച്ച് എണ്ണം ഗുണം പിടിക്കാതെ വളർത്തുന്നു. എടി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലേ ഒരു ഇണക്കം വേണം, ഒരു ധാരണ. ഞാനേ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ബില്ലിയെ കളിച്ചു. അവൻ തനി തറയാണെങ്കിലും ഉണ്ടല്ലോ, കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരൊറ്റ ഭാര്യയുടെ കൂടെ താമസം. ഓ, അതാണൊക്കെ വലിയ കാര്യം. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ നിങ്ങളെ ശ്രമിക്കുന്നില്ലേ. നിനക്കറിയാമോ, ജോലിയുള്ള ദിവസങ്ങളിലേ അവൻ വീട്ടിലെത്തിയാൽ അന്നേരം കുടി തുടങ്ങും. 8 മണിയാകുമ്പോൾ ഉണ്ടല്ലോ ബോധം കെട്ട് കിടന്നുറങ്ങും. ജോലി ഇല്ലാത്ത ദിവസങ്ങളില് അവന്റെ ഭാര്യ അവനെ സ്ട്രിപ്പ് ക്ലബിൽ കൊണ്ടുപോകും. എന്നിട്ട് അവളുണ്ടോ, അവള് കാതിനായി ചൂത് കളിക്കാൻ പോകും. എന്നിട്ട് ചൂത് കളിച്ച് കയ്യിലെ പൈസ തിരിപ്പുണ്ടല്ലോ, അവള് തിരിച്ചു വന്ന് ഇവനെയും കൂട്ടി വീട്ടിൽ പോകും. രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. ഇതിനെയാണ് ഈ സമാധാനപരമായ സഹവർത്തിത്വം പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി ചൊറി വരുന്നുണ്ട് കേട്ടോ. ബില്ല് കള്ളുകൂടിയനാണെങ്കിൽ അവൻ എല്ല് കൊഴിയെ പണി ചെയ്ത് കിട്ടുന്ന കാശ് അവൻ്റെ വെണ്ണുമ്പിള്ളയുടെ കൈ കൊണ്ട്. നിങ്ങളോ എന്താ? ഞാനും അങ്ങനെ ചെയ്യട്ടെ. അവളെ പോലെ വെറുതെ പണി ചെയ്യാതെ വീട്ടിൽ സുഖമായിട്ടിരിക്കുക. ഒരു ഇഞ്ചി വരണ്ട അറിയത്തില്ല. പിന്നെ അവർ വർത്താനം പറയാൻ വേണ്ടി. അപ്പൊ ഞാൻ തുടങ്ങി ഒരു കാര്യം ചെയ്യാന്ന് ചോദിച്ചു. നീ ഇങ്ങനെ ജോലിക്കൊന്നും പോകാതെ ടെലിമാർക്കറ്റിംഗ് പറഞ്ഞ് കമ്പ്യൂട്ടർ മുന്നിൽ വെറുതെ ചടഞ്ഞിരിക്കുന്നുണ്ട് പറഞ്ഞതാ. അല്ലാതെ ഭാര്യയെ സഹായിക്കുന്ന ഒരു കുഴപ്പമായിരുന്നൊന്നും പറഞ്ഞതല്ല. നിനക്ക് മനസ്സിലായോ? മമ്മി, ഇന്നും ചോറും സാമ്പാറുമാണോ? അപ്പോ എനിക്ക് വേണ്ട. ഈ ഓവർ ടൈം കഴിച്ച് വീട്ടിൽ കളിച്ചു വന്ന ഞാനേ നീ 5 കറി ഇഞ്ചി മാങ്ങായി ഉണ്ടാക്കാം. കൊള്ളതും കഴിച്ചിട്ട് പോ. ഏയ് മമ്മി, ഞങ്ങൾ ലൈബ്രറിയിൽ പോവാണേ. അത് കഴിഞ്ഞിട്ട് സുസിയാൻ്റെ വീട്ടിൽ പോവും. അവിടെ നിന്ന് കഴിച്ചോളാം. സോഫി, എടാ, ആ കാർ ഞാൻ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന നീ അത് നാട്ടിൽ കയറി പറഞ്ഞേക്കാം. ഹലോ, വെയിറ്റ് എ മിനിറ്റ്. തോമസുട്ടി, നിനക്കാണ്. ഹലോ. Yeah, yes. What?
Funeral insurance? Sorry, I had no plan to die soon. Yeah, I'll let you know when I'm ready to die. Thank you. Bye. ആശുപത്രി പോകാൻ ഇൻഷുറൻസ്, ശവടക്കാൻ ഇൻഷുറൻസ്, കാലത്ത് ഓരോ മാരണം. നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? നീ ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. മുതലാളിത്ത സംവിധാനത്തിൽ എല്ലാം കച്ചവടമാണ്. എന്ത് വിറ്റും ലാഭം ഉണ്ടാക്കണം. ഈ ഫ്യൂണറൽ ഹോംസ് എന്ന പേരിൽ ശവപ്പെട്ടി കച്ചവടം നടത്തുന്നതും ഇവിടെ ഒരു വലിയ ബിസിനസ്സാണ്. അറിയത്തില്ലേ അത്? ഇനി ഇവനൊക്കെ എന്നാണോ ശവം റീസൈക്കിൾ ചെയ്ത് കാലുണ്ടാക്കാൻ പോകുന്നത്? ഞാൻ പോയി മെയിൽ എടുത്തോണ്ട് വരാം. കാക്കാശിന്റെ പ്രയോജനമുള്ള ഒറ്റ മെയിലും കാണുക. എന്നാലും എടുത്തു വെക്കാം. വല്ല ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ടെങ്കിൽ മേരിക്കുട്ടി ചോദിക്കുക, അല്ലെങ്കിൽ നാളായിരിക്കും വഴക്കിന് കാരണം. അപ്പച്ചൻ ഇതിനുണ്ടോ? ഒരു ചാപ്പട്ടി വാങ്ങിച്ചാൽ മറ്റൊന്ന് ഫ്രീ കിട്ടാനുള്ള കൂപ്പൺ. ബൈ 1 get 1 ഫ്രീ. ഇതിനൊരു ബ്രാഞ്ച് കേരളത്തിൽ തുടങ്ങിയാൽ ഭയങ്കര ലാഭം കൊയ്യാം. അവിടാണല്ലോ ഇപ്പം ഈ കർഷക ആത്മഹത്യകളൊക്കെ കൂട്ടത്തോടെ നടക്കുന്നത്. എന്തായാലും നമ്മുടെ സർക്കാർ വന്നാൽ പിന്നെ അതൊക്കെ കുറെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രീപെയ്ഡ് എൻവലപ്പ അവന് തന്നെ അങ്ങ് തിരിച്ചു പോട്ടെ, കാശേ അവൻ കൊടുക്കണം. ഹോസ്പിറ്റലിൽ നിന്ന് $50 ഹാർട്ട് സ്കാൻ നടത്തി തരാമെന്ന് വിളി തുടങ്ങിയിട്ട് കുറേ നാളായി. ഹലോ, ഗ്രേസ് ഹോസ്പിറ്റൽ? അല്ല, ഇതെന്റെ വീടാ. ഐ സ്പീക്ക് നോ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് നോ ഗുഡ് ഇംഗ്ലീഷ്. ടെലിവിഷൻ സ്പീക്ക് ഇംഗ്ലീഷ്. കുറച്ച് But this is the old standard, latex, which some surgeons prefer because they're thinner. And they can feel the tissues and feel the problems in the tissues a lot easier. വേണ്ടുവരും അടുത്തത് സെന്റ് ഫ്രാൻസിസ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫാമിലിയിലെ ഒരാൾക്ക് അരിയത്തിൻ്റെ ഓപ്പറേഷൻ നടത്തിയാൽ മറ്റൊരാൾക്ക് 50% ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അത് വിളി തുടങ്ങിയിട്ട് കുറച്ചാൽ ഈ മിനിറ്റ് ഞാൻ പണി കൊടുക്കുന്നുണ്ട്. ഹലോ, മേരിക്കുട്ടി? ഓ, മേരിക്കുട്ടി, സോറി, she passed away. Yeah, she passed away 10 minutes ago. കരയാവില്ലേ? എനിക്കൊന്നും കരഞ്ഞാലല്ല. എന്നിട്ട് മേരിക്കുട്ടിക്ക് അരിയസ് നേനക്കേടുണ്ടെന്ന് ഇവൻ എങ്ങനെ അറിഞ്ഞു? നീനാണ് ഒരു പൊട്ടം കളിക്കുന്നത്. കോളേജിൽ നോക്കി ആവശ്യമില്ലാത്ത ഫോണാണെങ്കിൽ ഫോൺ എടുക്കാതിരുന്നാ പോരെ. ഇല്ലെങ്കിൽ താങ്ക്സ് ഫോർ ഫോണൊക്കെ വെച്ചാ പോരെ. തോമസ് കുട്ടിച്ചായോ, ഇതെന്നാ രാവിലെ ഫോണുമായിട്ട്? ഏതോ സാധുവിനെ കുപ്പിയിലിറക്കാൻ തോന്നുന്നല്ലോ. മഞ്ഞപ്പിത്തക്കാരെ നോക്കുന്നല്ല മഞ്ഞിച്ചിരിക്കെന്ന് പറഞ്ഞ പോലെ അതിന്റെ കാര്യം. എടാ, മനുഷ്യനെ കുപ്പിയിൽ ഇറക്കുന്നതിന്റെ ഹോൾസെയിൽ എടുത്തിരിക്കുന്ന നിനക്കേ അങ്ങനെ തോന്നിയില്ലെങ്കിൽ അത്ഭുതത്തിന് അവകാശമുള്ളൂ. ഞാനേ രാവിലെ ജോലിക്ക് പോയാലേ വൈകിട്ട് 6 മണിക്കാണ് വീട്ടിലെത്തുന്നത്. പിന്നെ ഒഴിവ് സമയം കിട്ടുമ്പോഴത്തേക്കിനോ പൊതുസേവനം നടത്തുന്നത് ആരെയും ചാക്കി കയറ്റാനോ കുപ്പിയിലിറക്കാനൊന്നും അല്ല എൻ്റെ തോമസ് കുട്ടിച്ചായ. ഒരു സേവനം, അത്ര തന്നെ. നിന്റെ സേവനം കൊണ്ട് കുഴപ്പത്തിലായ പലരും നിന്റെ സേവനകഥയും സേവകഥയും ഒക്കെ എന്നോട് പറയാറുണ്ട്. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ കയറ്റി ഗാന്ധിജിയെ വെടിവെച്ചു വന്നു. പിന്നെ ഈ പാവം എന്നെ ജനം വെറുതെ വിടുമെന്ന് തോമസ് കുട്ടിച്ചാന്ന് തോന്നുന്നുണ്ടോ? ഇതൊന്നും കേട്ടാലേ ഞാൻ പുറകോട്ടൊന്നും മാറില്ല. സേവനം എന്ന് പറയുന്നത് എൻ്റെ ഒരു നിയോഗമാണ്. അത് ഞാൻ ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കും. മനുഷ്യനെ രക്ഷിക്കാൻ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് വിട്ടതുപോലെ മലയാളികളെ രക്ഷിക്കാനായിട്ട് നിന്നെ ഇങ്ങനെ അയച്ചിരിക്കുകയല്ലേ. എടാ, ക്രിസ്തുവിൻ്റെ അന്ത്യം അറിയാമല്ലോ. എൻ്റെ പെങ്ങളെ വഴിയാതരാക്കല്ലേ.
തുടങ്ങി. എൻ്റെ അപ്പച്ചൻ ഇത് കേൾക്കുന്നില്ലേ? അവരോട് രണ്ടുപേരോടൊന്ന് മിണ്ടാതിരിക്കാൻ പറയാമോ? എൻ്റെ മോളെ, അവരളിയന്മാരല്ലേ, പറയട്ടടി. മനസ്സിൽ വെച്ച് അന്യോന്യം പാര വയ്ക്കുന്നത് നല്ലതല്ലേ, പറഞ്ഞു തീർക്കുന്നത്. ഇവിടെ ഒരുത്തനാണെങ്കിൽ ഇവിടെ വെറുതെ ചടഞ്ഞിരിക്കുമല്ലേ, അതാ ആരെയെങ്കിലും കണ്ട ഉടനെ എണ്ണാക്കി കൈയിടുന്നു. ചുമ്മാ വേറെ പണിയൊന്നുമില്ല. അപ്പച്ചൻ പറഞ്ഞതാ ശരി. അവർ രണ്ടുപേരും വായിട്ടടിച്ച് കുറേ കഴിയും ക്ഷീണിക്കുമ്പോൾ അവരങ്ങ് നിർത്തിക്കോളും. പിള്ളേരെന്തീ? ഓ, രണ്ടിനും ഞാൻ ഉണ്ടാക്കുന്ന ചോറും കറിയൊന്നും ഇഷ്ടമല്ല. അവർക്ക് സൂസി ഉണ്ടാക്കുന്ന കറിയാണ് ഇഷ്ടം. രണ്ടും കൂടെ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. എന്നാലൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോരത്തില്ലായിരുന്നല്ലോ. സാരമില്ലെന്ന്, ദശക്കുമ്പൻ രണ്ടും ഇങ്ങോട്ട് പോരും, അല്ലാതെ എങ്ങോട്ട് പോകാനാ? അവർ കുഞ്ഞുങ്ങളല്ലേ, പ്രത്യേകിച്ചും ഇവിടെ വളരുന്ന കുഞ്ഞുങ്ങൾ. അവർക്കിതിലൊന്നും താല്പര്യമില്ല. അവർക്ക് അവരുടെ കാര്യം. ഇവിടുത്തുകാരങ്ങനെ ആരുടെ കാര്യത്തിലും അവരിടപെടത്തില്ല. നമ്മുടെ ആൾക്കാരോ ഒരു കാര്യമില്ലെങ്കിലും വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ചാടിത്തല കയറും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെ. എങ്കിലും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നതും നല്ലതല്ല. ആ, ഇവിടെ അപ്പച്ചൻ കൊച്ചുങ്ങളെ പിടിച്ചിരുത്തി ഉപദേശിക്കുന്ന കേൾക്കാവേ. അത് നല്ലതാ. കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. എന്തായാലും നാടോടുമ്പം നടുവേ ഓടുക. നമ്മൾ എത്ര പിടിച്ചു വെച്ചാലും അവരിവിടെ അല്ലേ വളരുന്നത്. ഇവിടുത്തുകാരുടെ രീതികളൊക്കെ അവർ പഠിക്കും. ബാ ജോണിച്ചാ, നമുക്ക് വീട്ടിൽ പോവാം. അല്ലെങ്കിൽ പിള്ളേരെല്ലാവരും കൂടെ വല്ല പണി ഒപ്പിക്കും. എന്നാ തോമസ് കുട്ടിച്ച, ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. ഞങ്ങൾ കാരണം ഇനി $10 കിട്ടുന്ന മുടക്കണ്ട, വിളി അങ്ങ് നടക്കട്ടെ. ആ വിളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഡാഗുവേ, ഒരു പറ്റിയ കോളുണ്ട്, നിനക്ക് പറ്റിയ കേസാ. വല്ല ഗുണമുള്ള കാര്യമാണ് പറയളിയാ. നല്ല ബിസിനസ്സാ, ശവപ്പെട്ടി കച്ചവടം. ഒന്ന് വാങ്ങിയാൽ മറ്റൊന്ന് ഫ്രീ. നാട്ടിലെങ്ങാനും നിങ്ങളുടെ കുട്ടി നേതാക്കന്മാരെ വിളിച്ചു പറ, ഒരു ഏജൻസി തുടങ്ങാൻ. ദാണ്ട് കിടക്കുന്നു, പോകാമെന്ന് വെച്ചാലും സമ്മതിക്കത്തില്ല. നിങ്ങളല്ലേ നാടുകൾ നടന്ന് അരിവാളും കോടാലിയും കൊണ്ട് പാവങ്ങളെ വെട്ടി വീഴ്ത്തി ചുമന്ന ചോര കണ്ട് രസിക്കുന്നത്. ശവപ്പെട്ടി കച്ചവടം നല്ല ബിസിനസ് തന്നെയാണ്. ഡിസ്കൗണ്ട് റേറ്റ് ചാവുന്നതിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വല്ല ഗുണം ഉണ്ടാവും. ബോംബിന്റെ കുത്തക നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയല്ലേ, കൂട്ടത്തോടെ കൊന്നെടുക്കുന്നത് നിങ്ങളാണല്ലോ. ശവപ്പെട്ടി ഫ്രീ ആയിട്ട് കൊടുത്താലേ അതിന്റെ പാവങ്ങളും കുറഞ്ഞു കിട്ടും. ചുമ്മാ വായി കൈയിടല്ലേ ജോണി. വരാൻ പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. വെറുതെ വടി കൊടുത്തടി മേടിച്ചു. വാ, ഞാൻ പോവാ. അപ്പോൾ ഒളിയോ, എന്നാ ഇനി അടുത്ത അംഗത്തിന് കാണാം. നിങ്ങളിവിടെ ചെന്നിരിക്കാതെ ചോറ് നൂറ്റിയിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഇത് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചു കൂടെ. അഴകാണ് കിടന്ന് അടിക്കുന്നത്. ഈടാ ടെലിഫോൺ അടിക്കുന്നത് കേട്ട് നീ എന്തെടുക്കുക? ടെലിഫോൺ എടുക്കുക. അപ്പൊ അത് അൺനോൺ നമ്പറാ, വല്ല ടെലിമാർക്കറ്റിംഗ് ആയിരിക്കും. അവിടെ കിടന്ന് അടിക്കുന്നത്. നിങ്ങൾ അപ്പനും ഇവിടെ എന്നെ എടുത്തോണ്ടിരിക്കോ? ഇത് ആ ഫോണിന്റെ ബന്ധത്തിൽ അടിക്കുന്ന കേട്ടില്ലേ? വല്ല ഓവർ ടൈമിന് വിളിക്കുന്നതായിരിക്കും. ഞാൻ മടുത്തു. എന്നാ ഇനി നീ തന്നെ വിളിക്കും. ഹലോ ഹലോ, കട്ടായത്. ഇന്നത്തെ ഓവർ ടൈമിന് കുരിശ് വരച്ചാൽ മതി. ഹലോ, കറിയാച്ചനല്ലേ? അതെ, ഇത് അച്ഛനാ സംസാരിക്കുന്നത്. എന്താ അച്ചു? എന്താ പെട്ടെന്നുണ്ടായത് കറിയാച്ച? ഞാൻ ഇന്നലെയും മേരിക്കുട്ടിയോട് സംസാരിച്ചിരുന്നല്ലോ. എന്താ വല്ല അറ്റാക്കുമായിരുന്നോ? അറ്റാക്കോ? ആർക്ക്? മേരിക്കുട്ടി 10 മിനിറ്റ് മുമ്പേ മരിച്ചുപോയെന്ന് സെയിൻറ്റ് ഫ്രാൻസിസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ചർച്ച് മെമ്പേഴ്സ് എന്നെ വിളിച്ചറിയിച്ചിരുന്നു. അവിടുന്ന് ഓവർ ടൈമിന് വിളിച്ചപ്പോഴാണ് അവർ കാര്യം അറിഞ്ഞത്. നമ്മുടെ പള്ളിക്കാരെ എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഉടനെ അവിടെ എത്തും. പരേതയുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയല്ലാതെ എന്താണ് ചെയ്യാൻ കഴിയുക കറിയാച്ച? നീ ഇത് കേട്ടോ? പള്ളിയിലെ അച്ഛനാ വിളിച്ചത്. മേരിക്കുട്ടി മരിച്ചു പോകും നീ ആരോണ്ട് വിളിച്ചു പറഞ്ഞത് അറിഞ്ഞിട്ട് അച്ഛൻ ഇപ്പം ഇടവക്കാരൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കുക. അച്ഛനും ഇടവക്കാരും കൂടി ഇപ്പം മേരിക്കുട്ടി ശവം കാണാൻ വരിക അങ്ങോട്ട്. മനസ്സിലായി നിനക്ക്? ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ഇടിവെട്ട് എപ്പിസോഡുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. Till then, take care.
ബൈ. മല്ലുവാണു താരം മല്ലുവാണു താരം മ്യാവ് മ്യാവ്